കാർഷിക വാർത്തകൾ. ₹24,000 കോടി ദേശീയ കാർഷിക പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. 100 ജില്ലകളിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതി നടപ്പാക്കും. നീതി ആയോഗിന്റെ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണം, സുസ്ഥിര കാർഷിക രീതികൾ സ്വീകരിക്കൽ, പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ സംഭരണം വർദ്ധിപ്പിക്കുക, ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വായ്പയുടെ ലഭ്യത സുഗമമാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 6 വർഷത്തേക്ക് 100 ജില്ലകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് വഴി 1.7 കോടി കർഷകർക്ക് ഗുണം ചെയ്യും. കുറഞ്ഞ ഉൽപാദനക്ഷമത, കുറഞ്ഞ വായ്പാ വിതരണം തുടങ്ങിയവ അടിസ്ഥാനമാക്കി 100 ജില്ലകളെ കണ്ടെത്തും. ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു ജില്ലയെങ്കിലും തിരഞ്ഞെടുക്കും. പദ്ധതിയുടെ ഫലപ്രദമായ ആസൂത്രണം, നടപ്പാക്കൽ, നിരീക്ഷണം എന്നിവയ്ക്ക് ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ സമിതികൾ രൂപീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി ₹100 കോടി കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നെല്ല് സംഭരണ ചുമതലയുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സംഭരിച്ച നെല്ലിന്റെ സബ്സിഡി വിതരണത്തിനായാണ് തുക നൽകിയത്. ഈ വർഷം നേരത്തെ ₹185 കോടി അനുവദിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ ₹606 കോടി വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ ₹285 കോടി ഇതിനകം അനുവദിച്ചു. കേന്ദ്രത്തിന്റെ താങ്ങുവില ചരക്കുകൂലി സഹായത്തിൽ ₹1,100 കോടി കുടിശ്ശികയാണ്. 2017 മുതലുള്ള തുകകൾ ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാർ വിഹിതത്തിന് കാത്തുനിൽക്കാതെ നെല്ല് സംഭരണം നടത്തുമ്പോൾ തന്നെ കർഷകർക്ക് വില നൽകുന്നതാണ് കേരളത്തിലെ രീതി. കേരളത്തിൽ PRS വായ്പാ പദ്ധതിയിൽ കർഷകന് നെൽവില ബാങ്കിൽ നിന്ന് ലഭിക്കും. പലിശയും മുതലും ചേർത്തുള്ള വായ്പാ തിരിച്ചടവ് സംസ്ഥാന സർക്കാർ നിർവഹിക്കും. കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെയും വായ്പാ പലിശയുടെയും ബാധ്യത സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത്. ഇതിലൂടെ നെല്ല് ഏറ്റെടുത്താൽ ഉടൻ കർഷകന് വില ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നു. കേരളത്തിൽ മാത്രമാണ് നെൽകർഷകർക്കായി ഇത്തരമൊരു പദ്ധതി നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തോട്ടം മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ കേര പദ്ധതിയുമായി മുന്നോട്ട്. ലോകബാങ്കിന്റെ പിന്തുണയോടെ റബ്ബർ, കാപ്പി, ഏലം കൃഷികളെ നൂതന നിലയിലേക്ക് ഉയർത്തുന്ന പദ്ധതി 1 ലക്ഷം കർഷകർക്ക് പ്രയോജനപ്പെടും. കാലാവസ്ഥാനുകൂല വിളകൾ വികസിപ്പിക്കുന്നതിന് ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന കേര പദ്ധതി തോട്ടം മേഖലയിൽ കൊണ്ടുവരുന്നത് വലിയ മാറ്റങ്ങളാണ്. പദ്ധതി വഴി ഉൽപാദനശേഷി കുറഞ്ഞ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി 30,000 ഹെക്ടറിൽ ഉൽപാദനക്ഷമതയുള്ള റബ്ബർ മരങ്ങൾ 4 വർഷത്തിനകം നടാനാണ് ഉദ്ദേശിക്കുന്നത്. 1 ലക്ഷം കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. ഏലം, കാപ്പിത്തോട്ടങ്ങളിലെ ഉൽപാദനവും വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിലെ തോട്ടങ്ങളിലാണ് റബ്ബർ പുനർനടീൽ നടത്തുന്നത്. 1 ഹെക്ടറിന് ₹70,000 വീതം ഇതിന് കർഷകർക്ക് സഹായം നൽകും. വയനാട് ജില്ലയിലെ കാപ്പി കർഷകർക്കും കേര പദ്ധതി ഗുണകരമാകും. നിലവിലെ തോട്ടങ്ങളിലെ ഉൽപാദനക്ഷമത കുറഞ്ഞ കാപ്പിച്ചെടികൾ മുഴുവൻ വെട്ടിമാറ്റി അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ നടുന്നതിന് ഹെക്ടർ 1-ന് ₹1,10,000 വരെയുള്ള സഹായമാണ് നൽകുക. പദ്ധതിക്ക് ആവശ്യമായ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ₹6 ലക്ഷം വീതം നൽകും. ഇടുക്കി ജില്ലയിലെ ചെറുകിട, ഇടത്തരം ഏല കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും കേര പദ്ധതി പരിഹാരം കാണും. ഇതിനായി 5 വർഷം കൊണ്ട് 22,000 ഏലം കർഷകർക്ക് ബോധവൽക്കരണം നൽകും. 7,000 കർഷകർക്ക് 3,500 ഹെക്ടറിൽ പുനർനടിയിൽ സഹായം നൽകും. 35 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യക്തികൾക്ക് മരം നട്ടുവളർത്തി പണം നേടാവുന്ന ട്രീ ബാങ്കിംഗ് പദ്ധതിയുമായി വനം വകുപ്പ്. സ്വകാര്യ ഭൂമിയിൽ മുന്തിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അത് പരിപാലിക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും നൽകുന്നതാണ് പദ്ധതി. സ്വന്തമായി ഭൂമിയുള്ളവർക്കും കുറഞ്ഞത് 15 വർഷത്തെ പാട്ടത്തിന് ഭൂമി കൈവശമുള്ളവർക്കും പദ്ധതിയിൽ അംഗങ്ങളാകാം. ചന്ദനം, തേക്ക്, റോസ്വുഡ് പ്ലാവ്, കാട്ടുപ്ലാവ്, തമ്പകം, മഹാഗണി, ആഞ്ഞിലി പ്ലാവ് എന്നിവയാണ് നടേണ്ടത്. ആദ്യഘട്ടത്തിൽ ചന്ദനത്തൈകളാണ് നട്ടുപിടിപ്പിക്കേണ്ടത്. പദ്ധതിയിൽ അംഗങ്ങളാകാൻ താൽപര്യമുള്ളവർ സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. റേഞ്ച് ഓഫീസർ രേഖകളും ഭൂമിയും പരിശോധിച്ച് നടാൻ സാധിക്കുന്ന വൃക്ഷത്തൈകളുടെ എണ്ണം തീരുമാനിക്കും. തൈകൾ നട്ടുവളർത്തുന്നതിനുള്ള പ്രോത്സാഹന സഹായധനം 3-ാം വർഷം മുതലാണ് നൽകുക. പരിപാലിക്കുന്നവർക്ക് 15 വർഷം വരെ സഹായധനം ലഭിക്കും. 10 മുതൽ 100 തൈകൾക്ക് തൈ ഒന്നിന് പ്രതിവർഷം ₹30, 101 മുതൽ 250 തൈകൾക്ക് തൈ ഒന്നിന് പ്രതിവർഷം ₹25 സഹായധനം നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനത്തതോടെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥ റബ്ബറിനെയും ബാധിച്ചു. ഏലത്തോട്ടങ്ങളിൽ അഴുകൽ രോഗ ഭീഷണി തുടരുന്നു. ശേഖരിക്കുന്ന ചരക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ട സുരക്ഷിതമായ ഗോഡൌണുകളുടെ അഭാവമാണ് സ്റ്റോക്കിസ്റ്റുകളെ രംഗത്ത് നിന്ന് താൽക്കാലികമായി അകറ്റിയത്.
കാലാവസ്ഥയിൽ ചെറിയ മാറ്റം കണ്ടു തുടങ്ങിയാൽ പുതിയ വാങ്ങലുകൾക്ക് അവർ ഉത്സാഹിക്കുമെന്നാണ് വിപണി വൃത്തങ്ങളുടെ വിലയിരുത്തൽ. അന്തർ സംസ്ഥാന വ്യാപാരികൾ അവസരം നേട്ടമാക്കാൻ കുരുമുളക് വില ചെറിയ അളവിൽ താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് വരവും ഗണ്യമായി കുറഞ്ഞു. കേവലം 26 ടൺ കുരുമുളക് മാത്രമാണ് വിൽപ്പനയ്ക്കെത്തിയത്. അൺഗാർബിൾഡ് കുരുമുളക് വില 66,500 രൂപ. പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ റബ്ബർ ടാപ്പിംഗിന് അവസരം ലഭിക്കാതെ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു. ഷീറ്റ് ലഭ്യത ചുരുങ്ങിയതിനാൽ ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് കിലോ 210 രൂപ വരെ ഉയർത്തിയെങ്കിലും ഡിമാൻഡിന് അനുസൃതമായി ചരക്കുകൾ ലഭ്യമല്ലെന്നാണ് വ്യാപാര രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ. അതേസമയം ഏതാനും മാസങ്ങളായിട്ട് കാർഷിക മേഖലയിലും ചരക്കില്ലാത്ത അവസ്ഥയാണ്. മഴയെ തുടർന്ന് മുഖ്യ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിലും ടാപ്പിംഗ് രംഗം സ്തംഭിച്ചു. ബാങ്കോക്കിൽ ഷീറ്റ് വില 195 രൂപ. ഇന്ത്യയിലും ഗ്വാട്ടിമലയിലും ഏലത്തോട്ടങ്ങളിൽ അഴുകൽ രോഗം കണ്ടു തുടങ്ങിയത് ആഗോള ഏലക്ക ഉൽപ്പാദനത്തിൽ കുറവ് ഇടയാക്കും. പ്രതിവർഷം 35,000 മുതൽ 40,000 ടൺ ഏലക്കയാണ് ഗ്വാട്ടിമലയിൽ വിളയുന്നത്. രാജ്യാന്തര മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തുന്ന ഏലക്കയിൽ 50% അവിടെ നിന്നുള്ള ചരക്കാണ്. തൊട്ടുപിന്നിൽ ഇന്ത്യയും നിലയുറപ്പിച്ചിട്ടുണ്ട്. നേപ്പാളും ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ 2,625 രൂപയിലും മികച്ച ഇനങ്ങൾ 3,625 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 209, RSS 5 205, ലാറ്റക്സ് 146, ജാതിക്ക 270, ജാതിപത്രി 1,600 മുതൽ 1,850 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 68,500, കുരുമുളക് അൺഗാർബിൾ 66,500, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 38,500, കൊപ്ര 25,800, ചുക്ക് 22,500.